റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ 2 സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധ രൂപമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസം. അതിനായി ഗൂഢകളെ തെരഞ്ഞെടുക്കുകയും. ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ, അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിന്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം. എല്ലാവരും ഏതെല്ലാം രീതിയിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ കഴിയുമോ ആ പ്രതിഷേധത്തിൽ പങ്കാളികളാകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. രാവിലെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആയുർവേദ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരുപാട് പദ്ധതികൾ നാടിന് സമർപ്പിക്കപ്പെടുന്ന ഘട്ടമാണിത്. നാട്ടുകാരെല്ലാം സന്തോഷത്തിലാണ്. ആ പരിപാടികൾ ഓരോന്നും അതുകൊണ്ട് തന്നെ വലിയ ജനബാഹുല്യമാണ് പരിപാടികളിൽ ഉണ്ടാകുന്നത്. ഇത് നാടിൻ്റെ പൊതുവായ വികാരമാണ്. കാരണം നാട് വികസിക്കണം, എൻ്റെ നാട് മെച്ചപ്പെടണം, കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങണം എന്നെല്ലാം ഓരോ കേരളീയനും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരു വിഭാഗം ഇതിലെല്ലാം വല്ലാതെ രാവിലത്തെ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് അവര് സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ആക്രമണശ്രമമുണ്ടായി. കാരണം ടൗണില് റോഡ് ബ്ലോക്കായി കിടക്കുമ്പോൾ റോഡ് ബ്ലോക്കായി കിടക്കാനിടയുള്ള സ്ഥലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അക്രമികൾ നേരത്തെ അവിടെ സ്ഥലം പിടിച്ചിരുന്നു. അവരെ മന്ത്രി കാറിനുള്ളിലായതുകൊണ്ട് ശരീരത്തിന് ആക്രമണം ഏറ്റില്ല, കാറിനെ ആക്രമിച്ചു. കാറിന്റെ കുടികെട്ടുന്ന വടി സാധാരണ വടിയല്ലല്ലോ, നല്ല ഉറപ്പുള്ളതാണ്. പക്ഷെ അതൊക്കെ പിടിച്ചൊടിക്കുന്ന നിലയുണ്ടായി, കാർ ആക്രമിക്കുന്ന നിലയുണ്ടായി. അത് വന്നു. വൈകുന്നേരത്തെ വന്ദേ ഭാരതിന് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്
അവരെ രണ്ട് സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല. ഈ നാടിന്റെ ചിന്തകളോടുകൂടി വളർന്നു വന്നവരാണ്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധ രൂപമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസം. അതിനായി ഗൂഢകളെ തെരഞ്ഞെടുക്കുകയും കേരളത്തിലെ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം ശാന്തവും സമാധാനപരവുമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടുപോലെ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരിടം മാറിയില്ല. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ല. അത് വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല. വർഗീയ ശക്തികൾ വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായി തലവെക്കാൻ ശ്രമിച്ചാൽ കർക്കശമായി നേരിടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കും. അതാണ് ഈ 10 വർഷത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്ഥാനം കാണാൻ കഴിയില്ല. ഇത്രത്തോളം ശാന്തിയും സമാധാനവും പടയുന്ന ഒരു നാട്. അതിനെ മാറ്റി തീർക്കണം. ഇവിടെ അശാന്തിയുടെ സംഘർഷത്തിന്റെ സ്ഥലമാക്കി മാറ്റണം. അതിനാണ് ബോധപൂർവമുള്ള ശ്രമം ആരംഭിക്കുന്നത്. വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും അവരെ ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുകയാണ്, പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപലപനീയമായ ആക്രമണമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ. അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം.
ഈ നാട് സംഘർഷത്തിൻ്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം. എല്ലാവരും ഏതെല്ലാം രീതിയിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ കഴിയുമോ ആ പ്രതിഷേധത്തിൽ പങ്കാളികളാകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ മുഴപ്പിലങ്ങാടിൻ്റെ പ്രത്യേകത ഡ്രൈവിൻ ബീച്ചിൻ്റെതാണ്. അത് കേരളത്തിലെയും രാജ്യത്തിലെയും മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചാണ്. ഈ കാലത്ത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ സവിശേഷമായ ഇടം ഈ ബീച്ച് നേടിയിരിക്കുകയാണ്. 4 കിലോമീറ്ററോളം നീളമുള്ള ഈ തീരത്ത് വാഹനങ്ങൾ ഓടിക്കാമെന്ന വസ്തുത നമ്മുടെ നാട്ടുകാരെ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെയും വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. ഈ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകണം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് മിനിമം സൗകര്യങ്ങൾ ഒരുക്കാനാവണം. ആ ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു റിസോർട്ട് ഭംഗിയായ രീതിയിൽ തന്നെ KTDC നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനായിട്ടുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ടൂറിസം സാധ്യത വൻതോതിൽ ഉപയോഗിക്കാനാകണമെന്നാണ് കാണുന്നത്. ആഭ്യന്തര സഞ്ചാരികളെയും വിനോദസഞ്ചാരികളെയും കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച്, ധർമ്മടം ഐലൻഡ്, ഇതിൻ്റെയെല്ലാം ടൂറിസം വികസനം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത്തരമൊരു ലക്ഷ്യത്തോടെയാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര വികസന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. 238 കോടി രൂപ ചെലവിടുന്നൊരു പദ്ധതിയാണ്. അതിനാണ് രൂപം നൽകുന്നത്. ഇത് ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ടൂറിസം മേഖലക്ക് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
4 ക്യാരക്ടർ ഏറിയകളായി തിരിച്ചാണ് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്ക് കൂടുതൽ വേഗത നേടാൻ കഴിയേണ്ടതുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശം, തെക്ക് വശം, ധർമ്മടം ബീച്ച്, ധർമ്മടം ദ്വീപ്, ഇങ്ങനെയാണ് ക്യാരക്ടർ ഏറിയകളെ വേർതിരിച്ചിട്ടുള്ളത്. ഇതിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശം ആ ക്യാരക്ടർ ഏറിയയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 62 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കിയത്. മറ്റ് ക്യാരക്ടർ ഏറിയകളുടെ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വേഗത അതിൽ കൂടേണ്ടതുണ്ട് എന്നത് വസ്തുതയാണ്. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശത്ത് വാക്ക്വേ, കിഡ്സ് പ്ലേ ഏരിയ, റിഫ്രഷ്മെൻറ്റ് സെൻ്ററുകൾ, വാഹന പാർക്കിംഗ് സൗകര്യം എന്നിവ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ബീച്ചിൻ്റെ തെക്ക് വശത്ത് സിറ്റിംഗ് ഏരിയ, കിയോസ്ക്, പാർക്കിംഗ് ഇവയെല്ലാം ഒരുക്കും. ധർമ്മടം ബീച്ചിൽ ഫ്ലോട്ടിംഗ് ഡെക്ക്, ജയന്റ് വീൽ, മ്യൂസിക് ഫൗണ്ടൻ, ജോഗിംഗ് ആൻഡ് സൈക്ലിംഗ് ട്രാക്ക് ഇവയെല്ലാം നിർമ്മിക്കാനാണ് പദ്ധതി. ദേശാടന പക്ഷികളടക്കം വന്നു ചേരുന്ന ധർമ്മടം ഐലൻഡിൽ ഒരു നേച്ചർ ഹബ് ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. അണ്ടർ വാട്ടർ സ്കൾപ്ചർ ഗാർഡൻ, എലിവേറ്റഡ് നേച്ചർ വാക്ക് ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദ്വീപിലേക്കുള്ള പ്രവേശന സാധ്യതകൾ കൂടി പരിശോധിച്ചുള്ള വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. ഈ പദ്ധതികൾ പൂർണ്ണമാകുന്നതോടെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുകൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറും. ഇപ്പോഴുള്ള വേഗതക്കുറവ് പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണ് ബീച്ച് റിസോർട്ട്. ഈ ബീച്ച് റിസോർട്ട് നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.